കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവദിനം ധ്യാനിപ്പാൻ ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് വായിക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഈ ഭാഗ്യവർണ്ണനകളിലെ അവസാന ഭാഗത്തേക്ക് നാം കടന്നു വരികയാണ്. അവിടെ കാണുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സമ്മിശ്രമായ ഉദ്ദേശങ്ങളില്ലാതെ ചിന്തകൾ വിശുദ്ധമായിരിക്കുന്നതും മനസ്സാക്ഷി കുറ്റമറ്റതുമായിരിക്കുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഹൃദയശുദ്ധി എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ വാക്കിനെ ഉപയോഗിച്ചിട്ടുള്ള ആ പദത്തിൻ്റെ ശരിയായ ആശയം ഞാൻ പറഞ്ഞല്ലോ, സമ്മിശ്രമായ ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സങ്കരലോഹം അല്ലെങ്കിൽ സങ്കരമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ലോകത്തിൽ പലതും ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായ ഒരു ധാതു മാത്രമല്ലാതെ പലതും സമ്മിശ്രമായി ചേർത്ത് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ ചെയ്യുന്ന ചില രീതികളുണ്ട്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ പല ചിന്തകളും വ്യത്യസ്തമായ നേരായ രീതിയിലല്ലാതെ സമ്മിശ്രമായ ചിന്താഗതിയിൽ കാര്യങ്ങൾ കാണുകയും ഇടപെടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷിയുടെ ഒരു കുറ്റം പോലും ആക്ഷേപം പോലും ഇല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥാവിശേഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കാര്യം പറയുമ്പോഴേ നാം ചിന്തിക്കും, നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹൃദയശുദ്ധിയിലായിരിക്കണം എന്നില്ല. ഭൗതികമായ കാര്യങ്ങൾ, ഇപ്പോൾ നാം ഒരാളെ സഹായിക്കുകയാണെന്ന് വിചാരിക്കും. സഹായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം അറിഞ്ഞ് സാമ്പത്തിക സഹകരണം നാം നൽകുമ്പോഴും ചിലപ്പോഴൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്, അത് പേരൊക്കെ എല്ലാവരും അറിയാമെങ്കിൽ ഞാൻ തരാം, സംഭാവന നൽകാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ കൊടുത്തു എന്നുള്ളത് എനിക്കൊരു ആത്മസംതൃപ്തി, അല്ലാതെ ആ വ്യക്തിയുടെ ആവശ്യത്തിന് മാത്രം ഉപകരിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ ദൈവസ്നേഹത്തിൽ ആ കാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലാണ് ശുദ്ധഹൃദയമില്ലാതിരിക്കുന്ന അവസ്ഥ. ഉദാഹരണത്തിന് പിന്നെ നാം ചിന്തിക്കുമ്പോൾ എന്തിന് നാം ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ചിലപ്പോഴൊക്കെ വരുന്ന ഒരു അബദ്ധം, നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ചില കാര്യങ്ങൾ നാം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു പ്രസംഗം നടത്തി അല്ലെങ്കിൽ നന്നായിട്ട് എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ. എന്നാൽ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവവചനം കൈകാര്യം ചെയ്യേണ്ടത് ദൈവം നൽകിയ ആലോചന അല്ലെങ്കിൽ ദൈവം നൽകിയ കൃപ അനുസരിച്ച് മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട കാര്യം അങ്ങോട്ട് കൈമാറ്റം ചെയ്യുന്നു എന്നല്ലാതെ ആ വ്യക്തിക്ക് അതിൽ പ്രശംസിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അത് ഹൃദയശുദ്ധി എന്ന് പറയുന്നത് ഈ നിലയിലാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലെ അംഗങ്ങൾ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തെ കാണുക എന്ന് പറഞ്ഞ വാക്ക് നാം ചിന്തിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ദൈവത്തെ കാണുക എന്നുള്ളത് നിത്യതയിൽ നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവവചന ധ്യാനത്തിലൂടെയും ദൈവവചന കേൾവിയിലൂടെയും ഒക്കെ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ കാണുവാനായിട്ട് കഴിയണം എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ഇത് സ്വയമായ ഒരു പരിശോധനയ്ക്ക് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തണം. മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ദൈവസന്നിധി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഹൃദയശുദ്ധിയോടെയാണോ എങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്, ഭാഗ്യാവസ്ഥയിലാണ്. അവർക്കാണ് ദൈവമായിട്ടുള്ളത് കൂട്ടായ്മയിലേക്ക് ആ ദൈവവുമായിട്ടുള്ളതായ ആ ബന്ധം ശരിയായി നിർവഹിക്കാനായിട്ട് കഴിയും. നാം വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ തന്നെ പല ഭാഗങ്ങളുണ്ട്. ചില വാക്യങ്ങൾ മാത്രം വായിച്ച് വലിയ വിശദീകരണം കൂടാതെ മുമ്പോട്ട് പോകാം. 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കാം.
1 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ഇവിടെ തിമോഥെയോസിനെ അപ്പോസ്തലനായ പൗലോസ് ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കുമ്പോഴും തിമോഥെയോസിനോട് പറയുന്ന ഒരു വാചകമാണ്. അതിന് മുമ്പ് പറയുന്നുണ്ട്, ഞാൻ ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് എന്നെ അവിടെ നിർത്തിയിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരോട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവനെ ഫലമേൽപ്പിക്കുകയാണ്. ആ ആജ്ഞയിൽ ഉണ്ടായിരിക്കേണ്ടത് ശുദ്ധ ഹൃദയമാണ്, നല്ല മനസാക്ഷിയാണ്, നിർവ്യാജ വിശ്വാസമാണ് എന്നിവയാൽ ഉളവാകുന്ന സ്നേഹത്താൽ ആയിരിക്കണം നീ ആ കാര്യം ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഞാൻ പൗലോസിൻ്റെ പ്രതിനിധി എന്നാൽ ഇവിടെ അധികാരം ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ള ആശയത്തിലൊന്നും ചെയ്യരുത്. ശുദ്ധ ഹൃദയത്തോടുകൂടെ, നല്ല മനസാക്ഷിയോടുകൂടെ, നിർവ്യാജ വിശ്വാസത്താൽ ഉളവാകുന്ന സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ കാര്യങ്ങൾ നീ ചെയ്യാൻ. അപ്പോൾ അവിടെ ശുദ്ധ ഹൃദയം എന്നുള്ള ആശയം അവിടെ വളരെ വ്യക്തമായിട്ട് പൗലോസ് കാണിക്കും. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. ആകയാൽ പുരുഷന്മാരെല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല, എങ്കിലും സൂചനയായിട്ട് പറഞ്ഞു പോകാം. സ്ത്രീകളും പുരുഷന്മാരും ഉള്ളതായ ഒരു കൂടിവരവിൽ പുരുഷന്മാരായിരിക്കണം പ്രാർത്ഥനയിൽ നേതൃത്വം കൊടുക്കേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. അതിന് പറയുന്ന ഒരു കാരണമുണ്ട്. വിശുദ്ധ കൈകളെ ഉയർത്തുക, അക്ഷരാർത്ഥത്തിൽ കൈകൾ ഉയർത്തുക എന്നുള്ള ആശയത്തിലല്ല. ഇവിടെ വിശുദ്ധ കൈകൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും വിശുദ്ധി പാലിക്കാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ പല മേഖലകളിലും വിശുദ്ധി ഇല്ലാതെ ജീവിക്കുന്ന ആൾക്ക് ഈ നിലയിലുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല. കോപവും വാഗ്വാദവും എന്ന് പറഞ്ഞാൽ അവൻ്റേതായ ആ അവസ്ഥയും, വാഗ്വാദം എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് തർക്കം എന്നുള്ള ആശയത്തിലല്ല, മറ്റുള്ളവരോട് പ്രശ്നങ്ങളില്ലാത്ത ഒരു സാഹചര്യം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് തെറ്റോ ശരിയോ ഉണ്ടോ എന്നുള്ളതല്ല വിഷയം. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് സഭയിൽ നേതൃത്വമെടുത്ത് പ്രാർത്ഥനയിൽ പരസ്യരംഗത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ വിശുദ്ധ ജീവിതം ഉള്ളവരായി കാണപ്പെടുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ആ പ്രവർത്തനം ചെയ്യാനായിട്ടുള്ള താല്പര്യം. അപ്പോൾ ശുദ്ധ ഹൃദയം എന്നുള്ളത് ദൈവവചനം മറ്റ് പല ഭാഗങ്ങളിലും വളരെ വ്യക്തമായിട്ട് പറയുന്ന ഭാഗമാണ്. മർക്കോസിൻ്റെ സുവിശേഷം നമുക്കത് വളരെ പ്രസിദ്ധമായ ഭാഗമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യം. മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടവുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളാൽ എല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. ഇവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ആ പരാതിയൊക്കെ വന്നപ്പോൾ അതിന് കർത്താവ് പറഞ്ഞ ഒരു വിശദീകരണമാണിത്. അതായത് ആന്തരികമായ വിശുദ്ധിയാണ് പ്രധാനം. ബാഹ്യമായ വിശുദ്ധിയേക്കാൾ അത് വേണ്ടതാണ്, മോശമാണെന്നല്ല അർത്ഥത്തിലല്ല. അതിന് കൂടുതൽ പ്രാധാന്യവും ആന്തരിക വിശുദ്ധിക്ക് കാര്യമായ പ്രാധാന്യം കൊടുക്കാത്ത ഒരു യഹൂദജനമായിരുന്നു ഈ പരാതി ഉന്നയിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ് ഇന്നിന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പറയുന്നത് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അശുദ്ധനാക്കുന്നത്, മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അവസാനം നാം വായിക്കുന്നു മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകളും ആ കാര്യങ്ങളുമാണ് ശുദ്ധമായി സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളത്.
ഇവിടെ പറയപ്പെടുന്ന ആശയം ഞാൻ വളരെ പെട്ടെന്ന് ഈ ഭാഗം മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവവചന ധ്യാനത്തിലൂടെയും അല്ലെങ്കിൽ ആത്മാവിൻ്റെ കൂട്ടായ്മയിലൂടെയും ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ അക്ഷരാർത്ഥത്തിൽ നാം ദൈവത്തെ കാണുന്നില്ല. പക്ഷേ ദൈവവചന ധ്യാനത്തിലൂടെയും ആത്മാവിൻ്റെ ആ കൂട്ടായ്മയിലൂടെയും ദൈവത്തെ കാണാനും ആ ആത്മീയ കൂട്ടായ്മ അനുഭവിപ്പാനും നമുക്ക് കഴിയും. നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവർ അവൻ്റെ മുഖം കാണും. അത് നിത്യതയിൽ നാം അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാര്യമായിട്ടാണ് അവിടെ പറയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഇതിൻ്റെതായ ആത്മീയ അനുഭവം നമുക്കുണ്ടായിരിക്കും. അഥവാ കർത്താവ് പറയുന്നത്, എൻ്റെ രാജ്യത്തിൽ അംഗങ്ങളായിട്ടുള്ളവർ ശിഷ്യന്മാരോട് പ്രത്യേകിച്ചും പറയുകയാണ്, ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം. ഈ 12 ശിഷ്യന്മാർ നമുക്കറിയാം, ഹൃദയശുദ്ധി ഇല്ലാത്ത ഒരാളുണ്ടായിരുന്നു, ഇസ്കരിയോത്ത യൂദ. അവൻ്റെ ലക്ഷ്യം മറ്റതായിരുന്നു. അതുകൊണ്ടാണ് പലരും കുറ്റം പറയുകയും വിമർശിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവൻ കള്ളനാകൊണ്ടെന്നാണ് ഒരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നത്. കിട്ടിയിരുന്ന പണം അവ ഉപയോഗിച്ചിരുന്നു. പണത്തിന് വേണ്ടി ആർത്തി, കർത്താവിനെ സ്നേഹിപ്പാനോ ശുദ്ധഹൃദയത്തോടെ അല്ലാതെ തന്നെ കാണാൻ അവൻ ജീവിച്ചതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ വരുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, അവൻ പാലിച്ചില്ല, അവൻ ദൈവരാജ്യത്തിൻ്റെ വെളിയിൽ പോയി എന്ന് നാം കാണാൻ സാധിക്കും. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ വാക്ക്, സമാധാനം എന്ന വാക്ക് നമുക്കറിയാം എബ്രായ ഭാഷയിൽ ശാലോം എന്ന വാക്കാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അറബി നാട്ടിലൊന്നും പോയിട്ടില്ലെങ്കിലും സലാം എന്നൊക്കെ അവർ പറയുന്നതും ഏകദേശം ഈ അർത്ഥത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സമാധാനം ഉണ്ടാക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിൽ വെളിയിൽ നിന്നുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ കൊടുത്ത് സാഹചര്യങ്ങൾ ശരിയാക്കുന്ന ഒരവസ്ഥാവിശേഷമല്ല. സമാധാനമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. സമാധാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നവർ, ഇവിടെ വായിക്കുന്നത് ഭാഗ്യവാന്മാർ എന്ന് മാത്രമല്ല, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന് തെളിയിക്കപ്പെടും എന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് തെളിയിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ അതേ സ്വഭാവവും പ്രവൃത്തിയും അവർ വെളിപ്പെടുത്തുമ്പോഴാണ്. നാം പുതിയ നിയമം പല ഭാഗത്തും വായിച്ചു നോക്കിയാൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് സമാധാനത്തിൻ്റെ ദൈവം എന്നാണ്. പല ഭാഗങ്ങളുണ്ട്. 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം വായിക്കാം. അവിടെ നാം കാണുന്നു, സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇവിടെ വായിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം. ഇത് നാം വളരെ പ്രസിദ്ധമായ വാക്യമുണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. സകലവും സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അവിടെ പറയുന്നു സമാധാനത്തിൻ്റെ ദൈവം. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏകമനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ഇവിടെ സ്നേഹത്തിൻ്റെ ഇപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സമാധാനമുണ്ടാക്കി എന്ന് നാം വായിക്കുന്നുണ്ട്. അത് വളരെ പലപ്പോഴും നാം അറിയുന്ന വാക്യമാണ്. ഇബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നാം വായിക്കുമ്പോൾ അത് സമാധാനം വാക്യം അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ഇബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം. മതി, സമാധാനത്തിൻ്റെ ദൈവം. ഇവിടെയൊക്കെ സമാധാനത്തിൻ്റെ ദൈവം. എന്താണ് ഈ സമാധാനത്തിൻ്റെ ദൈവം എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി ദൈവത്തിന് മനുഷ്യർക്ക് തമ്മിലുള്ളതായ പ്രശ്നം തീർത്ത് സമാധാനം ഉണ്ടാക്കിയ ദൈവമാണ് സമാധാനത്തിൻ്റെ ദൈവം. അതിന് ദൈവം ചെയ്തത് എന്താ? ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യനെ ഏൽക്കേണ്ടിയിരുന്ന പാപത്തിൻ്റെതായ ശിക്ഷ ഏറ്റെടുത്ത് അതിനുവേണ്ടി ഏറ്റവും ഹീനമായ ശാപകരമായ മരണം അനുഭവിച്ച് മനുഷ്യർക്ക് സമാധാനം നൽകത്തക്കവണ്ണം താൻ ഇറങ്ങി പ്രവർത്തിച്ചു. അപ്പോൾ സമാധാനമുണ്ടാക്കുന്നവർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം ചെയ്ത അതേ പ്രവൃത്തി അതേ ശൈലിയിൽ ചെയ്യുന്നവർ എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് തെളിയിക്കപ്പെടും അല്ലെങ്കിൽ വിളിക്കപ്പെടും അല്ലെങ്കിൽ തെളിയിക്കപ്പെടും. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ വളരെ പ്രസിദ്ധമായ സംഘടനയാണ് UNO, ഐക്യരാഷ്ട്ര സഭ. അത് രൂപപ്പെട്ടത് പല കാരണങ്ങളുണ്ട്. ഇന്ന് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് അത് ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അവരുടെ പരിമിതി എന്താണെന്ന് നമുക്കറിയാം. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഒരു പ്രത്യേക സൈന്യത്തെ വെച്ച് 2 രാജ്യങ്ങളെ അടിച്ചമർത്തി ഒതുക്കി സമാധാനം ഉണ്ടാക്കാനുള്ള നിർവാഹമൊന്നുമില്ല. വൻ രാജ്യങ്ങൾ, വലിയ രാജ്യങ്ങൾക്ക് വീറ്റോ പവറുള്ളപ്പോൾ അവരൊന്ന് വീറ്റോ ചെയ്താൽ ഈ UNOയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയില്ല. പല രാജ്യങ്ങളും അങ്ങനെയല്ല. അമേരിക്കയും റഷ്യയും ചൈനയും അങ്ങനെയൊക്കെയുള്ള പല രാജ്യങ്ങൾക്ക് വീറ്റോ പവറുണ്ട്. ആ വീറ്റോ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ പരിശ്രമം, മനുഷ്യൻ്റെ പരിശ്രമം ഒരു പരിധി വരെ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഈ അവസ്ഥയല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി താൻ തന്നെ മനുഷ്യനായി തീർന്ന് പാപത്തിൻ്റെ ശിക്ഷ വഹിച്ചുകൊണ്ട് പാപി എന്ന നിലയിൽ ആ ക്രൂശിന്മേൽ മരിച്ചു സമാധാനമുണ്ടാക്കി. അതുകൊണ്ടാണ് നാം പലപ്പോഴും വായിക്കുന്ന എഫേസ് ലേഖനത്തിലെ വാക്യം നാം വായിക്കുന്നത്. എഫേസ് ലേഖനം 2-ാം അധ്യായം 15-16 വാക്യം നമുക്ക് വായിക്കാം. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യം നമുക്കറിയാവുന്ന ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നെ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ചു ശത്രുത്വമില്ലാതാക്കി അതിനായി ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നേർപ്പിപ്പാനും തന്നെ. ഇവിടെ സമാധാനം ഉണ്ടാക്കിക്കൊണ്ട്, അത് എങ്ങനെ സമാധാനം ഉണ്ടാക്കി? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് ആ സമാധാനത്തിന് കാരണമായിട്ട് അവിടെ നിന്ന്. ഇവിടെ പറയുന്നത് യഹൂദനെന്നും യവനെന്നും അല്ലെങ്കിൽ ജാതികളെന്നുള്ളതായ പ്രശ്നത്തിൻ്റെ പേരിൽ അവർ വലിയ പ്രശ്നങ്ങളായിരുന്നു, അംഗീകരിക്കാൻ പറ്റാത്ത. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം വന്നപ്പോൾ അവിടെ ഇരുപക്ഷത്തെ ഒന്നാക്കി തീർത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ ആ വാക്യങ്ങൾ ഞാൻ വായിച്ച് മാത്രം വിടുന്നുള്ളൂ. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. നന്മയ്ക്ക് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഇവിടെ പറയുന്നു ദൈവരാജ്യം എന്താണെന്ന് പറയുന്നു. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമുള്ള അവസ്ഥയാണ് ദൈവരാജ്യത്തിലുള്ളവരുടെ അവസ്ഥ. അപ്പോൾ സമാധാനമുണ്ടാക്കണമെന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ നാം ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കണമെന്നുള്ള ആശയത്തിലാണ്. റോമലേഖനത്തിൻ്റെ തന്നെ 12-ാം അധ്യായത്തിലെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. അത് വിശദീകരണം കൂടാതെ നമുക്ക് വായിക്കാം. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോട് സമാധാനമായിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്തു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കാം. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുത്തിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. പ്രായോഗിക തലത്തിൽ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ എങ്ങനെ സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളതിനാണ് കാര്യം പറയുന്നത്. നമുക്കറിയാം, സമാധാനം ഇല്ലാതാകുന്നത് എപ്പോഴാണ്? പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് സമാധാനക്കുറവുണ്ടാകുന്നത്. ഇവിടെ പറയുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനം. ഇത്
ക്രിസ്തീയ വിശ്വാസികളോടും സഹോദരന്മാരോടും മാത്രമായിട്ട് പറയുന്നതല്ല, നാം ജീവിക്കുന്ന സമൂഹത്തിലുള്ളതായ ഇതേ ആശയമാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലും പറയുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. മതി. എല്ലാവരോടും സമാധാനം ആചരിച്ച്, അല്ലെങ്കിൽ സമാധാനത്തിൽ വർത്തിച്ച് ജീവിച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സമാധാനം ഉള്ള ഒരു അവസ്ഥാവിശേഷം ദൈവമക്കൾക്കുണ്ടായിരിക്കണം. പ്രശ്നങ്ങളുണ്ടാകും, അത് ഈ സ്വാഭാവികമാണ്. എന്നാൽ ഒരു വ്യക്തി ഒരു പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാക്കിയാൽ അവിടെയും നാം വായിച്ച എല്ലാവരോടും എന്നാണ്. എല്ലാവരോടും എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നാം കാണുന്ന എല്ലാവരോടും. പല കാര്യങ്ങൾക്കും നാം വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നാം വാദിക്കുന്നവരാണ്. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഇവിടെ പൗലോസ് പറയുന്നത് റോമാലേഖനം 12 സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമം ദൂഷിക്കപ്പെടാതിരിക്കാനായിട്ടും നാം ദൈവമക്കളാണെന്നുള്ളതായ നിലവാരവും മനസ്സിലാക്കിക്കൊണ്ട് സമാധാനത്തോടെ ജീവിപ്പാൻ നാം പരമാവധി ശ്രമിക്കണം. അതിന് ചില വിട്ടുവീഴ്ചകളോ നഷ്ടങ്ങളോ ചിലപ്പോൾ സംഭവിച്ചേക്കും. എന്നാലും സമാധാനം ഉണ്ടാക്കുന്നവരായി നാം ജീവിക്കുമെങ്കിൽ നാം ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് തെളിയിക്കപ്പെടും. അത് അവർക്കാണ് ദൈവരാജ്യത്തിലെ ഭാഗ്യാവസ്ഥ വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇനി അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതായത് സുവിശേഷം 5-ന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഇത് ഈ ഭാഗ്യവർണ്ണന അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗികമായ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കാരണം ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ യേശു കർത്താവിൻ്റെ ആത്മാർത്ഥതയാണ് വെളിപ്പെടുന്നത്. തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവർ, ദൈവരാജ്യത്തിലെ അംഗങ്ങളായിട്ടുള്ളവർ വളരെ വലിയ പ്രതീക്ഷ വെച്ച് ദൈവം ഇപ്പോൾ വളരെ നല്ലൊരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ട് ഇനി നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഈ ലോകത്തിലില്ല എന്ന് ചിന്തിച്ച് പോകരുത്. അതുകൊണ്ട് വ്യക്തമായ മുന്നറിയിപ്പ് കർത്താവ് ആ ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെ അംഗങ്ങളായിട്ടുള്ളവർക്കും നൽകുക. നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടും, സ്വാഭാവികമാണ്. ഇത് സ്വന്തം തെറ്റുകൾ മൂലമല്ലാത്ത നീതി അല്ലെങ്കിൽ നന്മ ചെയ്യുന്നതിൽ വരുന്നതായ ഉപദ്രവത്തെയാണ്. 11, 12 വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി സുവിശേഷത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സാക്ഷിയായി നിൽക്കുന്നത് കൊണ്ടുള്ളതാണ്. ചെറിയ വ്യത്യാസം അവിടെയുണ്ട്. ഞാൻ വിശദീകരിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാം. 10-ാം വാക്യത്തിൽ പറയുന്നത് നീതി നിമിത്തം സാധാരണ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നാം ശരിയായി നീതിയായി നന്മയായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ പലർക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്കൊക്കെ അതറിയാം. തൊഴിൽ മേഖലയിൽ ഔദ്യോഗിക ജോലിയിലുള്ളവർക്കും അല്ലാത്തവർക്കും തൊഴിൽ മേഖലയിലുള്ളവർക്കറിയാം, നാം പാലിക്കുന്ന മൂല്യങ്ങളൊന്നും പാലിക്കാനായിട്ട് നിർബന്ധമില്ലാത്ത ഒരു സമൂഹമാണ് നാം ഇടപഴകുന്നവർ. അവർക്ക് സ്വാഭാവികമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ സ്വാഭാവികമായ ചില രീതികളും പ്രവർത്തന ശൈലികളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയായ കാര്യം മാത്രം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അങ്ങനെ നീതി നിമിത്തം ചിലപ്പോൾ ഉപദ്രവിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണെങ്കിൽ ഭാഗ്യാവസ്ഥയിലാണ്, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രായോഗിക ശിഷ്യത്വം എന്താണെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. പ്രായോഗിക ശിഷ്യത്വം, നാം ശിഷ്യത്വത്തെക്കുറിച്ചൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ പ്രായോഗിക ശിഷ്യത്വം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നാം ജീവിക്കുന്ന സമൂഹത്തിൽ നാം ആരായിരിക്കുന്നു എന്നും
നാം ശരിയായി നീതി നിമിത്തം നീതിയോടെ ജീവിക്കുന്നുവെങ്കിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കാം. കർത്താവ് തന്നെ അതിനുള്ള ഉത്തമമായ മാതൃകയാണ്. നാം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു നോക്കാം. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്തു യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. മതി. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ. അതായത് തെറ്റ് ചെയ്തിട്ട് അതിന് ശിക്ഷ ലഭിക്കുമ്പോൾ ഞാൻ ഉപദ്രവിക്കപ്പെടുന്നു അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൽ വലിയ കഥയില്ല എന്നാണ് ഈ പറഞ്ഞർത്ഥം. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, പത്രോസ് പറയുന്നത് ഭാഗ്യവർണ്ണനയിൽ കർത്താവ് പറഞ്ഞതിൻ്റെ തന്നെ ഒരു വിശദീകരണമാണ്. ഈ കാര്യം നാം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ മറ്റു ഭാഗങ്ങളും കൊണ്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഈ 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്നു. ജാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാരെന്ന് ദൂഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ പറയുന്നത് ദുഷ്പ്രവൃത്തിക്കാരെന്ന് അപമാനിക്കും, ചിലപ്പോൾ പരിഹസിക്കും. പക്ഷേ ശ്രദ്ധിക്കുക, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട്. അപ്പോൾ ജീവിതത്തിൽ നമ്മെ കാണുന്ന ഒരു സമൂഹമുണ്ട്, നമ്മെ ഇടപഴകുന്നവരുണ്ട്. നമ്മളൊക്കെ ആ നിലയിൽ പല അനുഭവങ്ങളുള്ളവരാണ്. ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം ആ മേഖലയിൽ നാം ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ ശരിയായ ജീവിതം, രാജ്യത്തെ നിലവിലുള്ള നിയമം മനസ്സാക്ഷി അനുസരിച്ചും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ പാലിച്ചും ജീവിക്കുമ്പോൾ സമൂഹത്തിൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഉപദ്രവിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. അതുകൊണ്ടാണ് പറയുന്നത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ശരിയായ നിലപാടുകൾ എടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടാമെങ്കിലും നിങ്ങളത് സഹിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. കർത്താവിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ടല്ലോ പല ഭാഗങ്ങളിലായിട്ട്. ആ കാര്യങ്ങളൊക്കെ ഈ സുവിശേഷങ്ങൾ വായിച്ചാൽ ഇത് കാണാൻ സാധിക്കും. ഈ വേദഭാഗം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിലേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടെ ഓർമ്മ വന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിച്ചതുപോലെ കർത്താവ് വന്നത് നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തിൽ സുഖകരമായി വളരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുമ്പോട്ട് പോകണമെന്ന ആവശ്യത്തിലല്ല. വളരെ വ്യക്തതയോടുകൂടി താൻ കാര്യങ്ങൾ പറയുന്നത്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ്. വേദഭാഗത്തിന് പല ഭാഗങ്ങളിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിയും. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. എങ്കിലും എന്നെ അയച്ചവനെ അറിയായിക്കൊണ്ട് എൻ്റെ നാമനിമിത്തം ഇതൊക്കെ നിങ്ങളോട് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കുക, ഈ കാരണം അവിടെ കർത്താവ് വളരെ വ്യക്തതയോടുകൂടി തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണിത്. എന്തുകൊണ്ടാണ് ഈ ലോകം ഈ രീതിയിൽ നമ്മെ വീക്ഷിക്കുകയും നമ്മോട് പെരുമാറുകയും ചെയ്യുന്നതിൻ്റെ കാരണം അവിടെ പറയുന്നത്, നിങ്ങൾ ലോകക്കാരല്ല. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ലോകക്കാരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉദ്ദേശിക്കുന്നത്? ഈ ലോകത്തിന് ചില സമൂഹത്തിൽ ചില ധാരണകളൊക്കെ ഉണ്ട്, ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തികളാണ്. ദൈവത്തെ കൂടാതെ ഉള്ള ഒരു സംവിധാനമാണ് ഇന്ന് ലോകത്തിലുള്ളത്. അവർ കെട്ടിപ്പൊക്കിയിട്ടുള്ളതായ
ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഓർപ്പിച്ചതുപോലെ ദൈവത്തെ മാറ്റി നിർത്തിയ ഒരു സമൂഹമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്, നാം ജീവിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഇടയിൽ ലോകക്കാരുമായി ഇഴകിച്ചേരാതെ വ്യത്യസ്തത പുലർത്തി ജീവിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുന്നതല്ല. അവിടെ പറയുന്നത് നിങ്ങളെ പകയ്ക്കും, നിങ്ങളെ വെറുക്കും, അതാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്കാണ് ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് പറഞ്ഞാൽ ഈ എന്നെ കർത്താവിനെ ഈ ലോകം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഉപദ്രവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദാസനേക്കാൾ വലിയ സ്ഥാനമൊന്നും യജമാനേക്കാൾ വലിയ സ്ഥാനമൊന്നും ദാസന് പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ കർത്താവ് കാണിച്ച മാതൃക തന്നെ നിങ്ങൾക്കും വരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. സമൂഹത്തിൽ ആ നിലയിലാണ് കർത്താവിനോട് ഇടപെട്ടത്. നാം ഒരു ഉദാഹരണം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം. അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. യേശുവും അറിഞ്ഞ് ദൈവാലയം വിട്ടുപോയി. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് കാര്യം അവരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കർത്താവിനെ അവർ പുറത്താക്കുകയാണ്, അല്ലെങ്കിൽ കർത്താവിനോട് അവരെ എതിർക്കുകയാണ്. അവനെ എറിവാൻ കല്ലെടുത്തു. ഇനി കർത്താവിൻ്റെ ശിഷ്യനായി തീർന്ന, അല്ലെങ്കിൽ 9-ാം അധ്യായത്തിൽ നാം കാണുന്നത് പിറവിയിലെ കുരുടനെയാണ്. ആ പിറവിയിലെ കുരുടൻ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിലകൊണ്ടപ്പോൾ നമ്മൾ വായിക്കുന്നത് 9-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, അവനെ പുറത്താക്കി. അപ്പം കർത്താവിൻ്റെ ശിഷ്യനാണെന്നോ അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്നവനാണെന്നും വ്യക്തമാക്കി വെളിപ്പെടുത്തിയ സമയത്ത് അവനെ പുറത്താക്കി. അപ്പോൾ യജമാനനെ പുറത്താക്കി, അല്ലെങ്കിൽ യജമാനെ അറിയാൻ കല്ലെടുത്തവരെ ഇവനെയും പുറത്താക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ നിന്ന് നാം പ്രതീക്ഷിക്കരുത് ലോകം നമുക്ക് അനുകൂലമായിരിക്കും എന്ന്. ഈ കാര്യം നാം ചിന്തിക്കുമ്പോൾ ഇതിന് അല്പം കൂടി പുറകിലേക്ക് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ വിചാരിക്കുക. കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. കർത്താവിൻ്റെ ആദ്യകാല വിശ്വാസികളിൽ തന്നെ പലരും ഈ നിലയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ചരിത്രമാണ് നാം വായിച്ച് കേട്ടിട്ടുള്ളത്. ആദ്യകാല വിശ്വാസികളൊക്കെ കർത്താവിൻ്റെ പക്ഷത്ത് നിന്നപ്പോൾ അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു, പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. എന്തിനും നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള വിശ്വാസികളിൽ ആദ്യകാല വിശ്വാസികൾ പലരും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരായി, കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായി, കർത്താവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവരെ സമ്പത്തിലുള്ള അവകാശങ്ങൾ നഷ്ടപ്പെട്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി അവർക്ക് പല പല സൗകര്യങ്ങൾ നിഷേധിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് അവരെ വീട്ടിലെ ജോലിക്ക് പണിക്കാരൻ പോലും വരികയില്ല, അവരെ മുടിവെട്ടാൻ പോലും സമൂഹം അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പല രീതിയിൽ നിഷ്കാസിതരായി ജീവിച്ചതായ ഒരു സമൂഹമായിട്ടാണ് അവർ. സാമൂഹ്യ ജീവിതത്തിൽ അവർ ഒറ്റപ്പെടും. അങ്ങനെ ഒറ്റപ്പെട്ടതായ അനുഭവമാണ് ആദ്യകാല വിശ്വാസികൾ. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവാണ് തെർത്തുല്യൻ. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ സഭയിലുള്ളതായ ഒരു വിശ്വാസി ചെന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു തൊഴിൽ മേഖലയിൽ ബിസിനസ്സോ എന്തോ ചെയ്യുന്ന ആളാണ്, തനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം താൻ ക്രിസ്തു വിശ്വാസിയായി തീർന്നുകൊണ്ട് പല കാര്യങ്ങൾക്കും മുമ്പ് ചെയ്തിരുന്ന പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വളരെ സാമ്പത്തിക ഞെരുക്കം താൻ അനുഭവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ തെർത്തുലിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ, എനിക്ക് ജീവിക്കണ്ടേ? ഇങ്ങനെയൊക്കെ നമ്മൾ അന്നത്തെ സഭ അല്ലെങ്കിൽ ദൈവമക്കളൊക്കെ വളരെ ശക്തമായ ദൈവവചനത്തിൻ്റെതായ പ്രബോധനം ലഭിക്കുന്നതുകൊണ്ട് ആ ഒരു വിശ്വാസി പോലും ദൈവവചനത്തിലെ വ്യവസ്ഥകൾ തെറ്റിച്ച് ജീവിക്കാനായിട്ട് താല്പര്യപ്പെടാത്തതാണ്. പക്ഷേ ജീവിതം ദുസ്സഹമായി തീർന്നപ്പോൾ താൻ പരാതിയുമായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിക്കണ്ടേ, ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ഈ ദൈവവചനം പ്രമാണിച്ചൊക്കെ ജീവിക്കാൻ തുടങ്ങിയാൽ. അപ്പോൾ തെർത്തുല്യ അദ്ദേഹത്തോട് ചോദിച്ച വാചകം എന്താണ്? നിനക്ക് ജീവിക്കണം അല്ലേ, നിന്നിലൂടെ ക്രിസ്തു ജീവിക്കേണ്ട അല്ലേ? അഥവാ താൻ പറഞ്ഞതിൻ്റെ ആശയം, ഒരു ദൈവ പൈതൽ
തനിക്കായി തന്നെ ജീവിക്കാൻ ആവശ്യമില്ലാതെ വണ്ണം തന്നിലൂടെ ക്രിസ്തു ജീവിക്കുന്നു എന്ന ലോകത്തിൽ വെളിപ്പെടുത്തി ജീവിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുള്ള സത്യമാണ് തൻ്റെ ആ തെർത്തുല്യൻ ആ യുവവിശ്വാസിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വളരെ അധികം കാലമായിട്ടില്ല താൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം സഹിച്ച് വളരെ ക്ലേശകരമായ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ തനിക്ക് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്നു. അപ്പോൾ പറഞ്ഞു കൊടുത്താൽ നിനക്ക് ജീവിക്കണം അല്ലേ, നിന്നിലൂടെ ക്രിസ്തു ജീവിക്കേണ്ട എന്നാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലായി. നഷ്ടം സഹിച്ചാലും കഷ്ടം സഹിച്ചാലും കർത്താവിന് വേണ്ടി നിൽക്കാം എന്ന് തീരുമാനിച്ചു എന്നാണ് ഞാൻ ഒരു പുസ്തകത്തിൽ വായിക്കാനിടയായി. ഈ ഭേദഭാഗം വായിക്കുമ്പോൾ റോമാലേഖനവും കൊരിന്ത്യർ ലേഖനമൊക്കെ നാം പഠിക്കുമ്പോൾ അവിടെ ഒരു പ്രധാന കാര്യം കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ പശ്ചാത്തലത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അന്ന് കാലത്ത് അത് വലിയ പ്രശ്നമായിരുന്നു. വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കുന്നതായ കാര്യം അത് കൊരിന്ത്യർ ലേഖനത്തിലും വിശദമായിട്ടും റോമാലേഖനത്തിലും പറയുന്നുണ്ട്. അന്ന് സമൂഹത്തിൽ അന്ന് കാലത്ത് അവിടെ ഉണ്ടായിരുന്ന സമൂഹത്തിൽ മാർക്കറ്റിൽ വിറ്റിരുന്ന എല്ലാ മാംസവും ഏതെങ്കിലും ദൈവങ്ങൾക്ക് പൂജിച്ച് ചെയ്തതിന് ശേഷമായിട്ടാണ് വിൽക്കാൻ പോകുന്നത്. പോലെ ഒരു സമൂഹത്തിലൊരു വ്യക്തി ഒരു യാഗം നടത്തിയാൽ അതിൻ്റെ ബാക്കി കിട്ടുന്ന ഭാഗം കൊണ്ട് സദ്യ നടത്തും. തൻ്റെ കൂട്ടുകാരെയും സമൂഹത്തിലുള്ള എല്ലാവരെയും വിളിക്കുമായിരുന്നു. അതെന്തിനാണെന്നറിയാമോ? ദൈവപ്രസാദം ലഭിച്ച ഈ ഭക്ഷണത്തിൽ പങ്കാളികളാകാൻ. ക്രിസ്തു വിശ്വാസിയായ ഒരു വ്യക്തി എനിക്കത് വേണ്ട, ഞാനതിൽ പങ്കെടുക്കില്ല, കാരണം അത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വയ്ക്ക് മാറ്റണം. ഇവൻ എവിടെ നിന്ന് വരുന്നു? ഈ ഒരു സമൂഹത്തിൽ മിങ്കിൾ ചെയ്യാൻ പറ്റാത്തവൻ. ഞാനൊക്കെ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. അവർ പറയുന്നത് അതിന് പ്രത്യേക വാക്കുണ്ട് അവർ ഉപയോഗിക്കുന്നത്. സമൂഹത്തിൽ മദ്യപിക്കാനോ അല്ലെങ്കിൽ ഇതിനൊക്കെ കൂടാനോ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ ഞാൻ ഈ കാര്യത്തിലില്ല എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു ഇതെന്ത് പരിപാടിയത്? ഞാൻ 10 ദിവസത്തിൻ്റെ ലേഖനത്തിലാണെന്ന് തോന്നുന്നു ആ വാക്യമുള്ളത്. ആ കാര്യങ്ങളിൽ അവരോട് ചേർന്ന് പോകാത്തതുകൊണ്ട് അവരത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ജോലിയോട് ബന്ധപ്പെട്ട് ആയിരുന്ന സമയത്ത് ഒരു സ്ഥാപനത്തിൽ ഞാൻ പോയി. ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കണം, പോകാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ ഇവിടെ മതി, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടലുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം. അല്ലല്ല, ഒരു പ്രത്യേക സ്ഥലത്ത് പോകാമെന്ന്. അങ്ങനെ കാറെടുത്ത് ഞങ്ങളൊക്കെ കൂടി പോയപ്പോൾ വലിയൊരു ബാർ ഹോട്ടലാണ്. അപ്പോൾ അവിടെ കയറി. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ എൻ്റെ കൂടെ കാറ് നിറച്ച ആളുകളുണ്ട് കേട്ടോ ആ സ്ഥാപനത്തിൽ. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിന് ഇത്രയും വഴി ദൂരം വന്ന് ഇത്രയും ബുദ്ധിമുട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ല സൽക്കരിക്കാനും കൂടി സാധിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു ഞാൻ സൽക്കാരമൊന്നും കഴിക്കുന്ന ആളല്ലല്ലോ, പിന്നെ താൻ എന്തിനാ ഈ പണിക്ക് നടക്കുന്നത് എന്നോട് ചോദിച്ചത് ആ മുഖത്തൊക്കെയാണ്. ഞാൻ പറഞ്ഞു ഈ സൽക്കാരം കിട്ടാൻ വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, സർക്കാരിൻ്റെ ജോലിക്കാരനായതുകൊണ്ട് ജോലി ചെയ്യുന്നു, സർക്കാർ എനിക്ക് ശമ്പളം തരുന്നുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ ആ സ്ഥാപനത്തിൻ്റെ അടുത്തൊന്നും ഹോട്ടലില്ലാത്തതുകൊണ്ട് അവർ എവിടെയെങ്കിലും ക്രമീകരിച്ച് തരുന്ന ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത് എന്നല്ലാതെ അവരുദ്ദേശിക്കുന്നത് എന്താണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു രഹസ്യമുണ്ട്. സാറിൻ്റെ പേരിലാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസം കാര്യങ്ങൾ നടത്താനായിട്ട് സൗകര്യമുണ്ട്, സാർ അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കരുത്, സാറിന് വേണ്ടെങ്കിൽ അവിടെ ഇരുന്നോ, ഞങ്ങളെല്ലാം പോയി കഴിച്ചിട്ട് വരും. അപ്പോൾ എൻ്റെ പേരിൽ അവരൊക്കെ സൂഹിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ഒറ്റപ്പെട്ടവനായിട്ട് നിന്ന് മാത്രമല്ല അവരുടെ അവജ്ഞയോടുകൂടിയാണ് എന്നെ നോക്കുന്നത്. അവജ്ഞയോടുകൂടി വെച്ചാൽ ഇവന് ഇവിടെ നിന്ന് വരുന്നു എന്നുള്ള നിലയിൽ ഒരു വീക്ഷണത്തോടു കൂടി കാണും. ഇത് എല്ലാ വിശ്വാസികൾക്കും അങ്ങനെയുള്ള സമൂഹത്തിൽ ആയിത്തീർന്നാൽ ഉണ്ടാകും. ഞാൻ പിന്നെയും പലപ്പോഴും എൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും. ഞാൻ ആ അനുഭവങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതിന് കാര്യം നാം ഒക്കെ ഇതുപോലെയുള്ളതായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിനും പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു.
കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയതു മതി. ദുർനടപ്പിൻ്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവമെന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടത് തന്നെ. ഇവിടെ ഇതിന് മുഴുവൻ വിശദീകരണങ്ങൾ ഞാൻ ഉപയോഗിക്കാനല്ല ഈ ഭാഗം വായിച്ചത്. ഒരു ആശയം അവിടെ എടുക്കാനാണ്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു എന്ന് പറയുന്നത് ക്രൂശിൽ മരിച്ച കാര്യം മാത്രമല്ല. താൻ ഈ ലോകത്ത് ജഡശരീരമെടുത്ത് ജീവിച്ചപ്പോഴേ താൻ അനുദിനം നേരിട്ടതായ പരിഹാസവും ഒറ്റപ്പെടലും ഒക്കെ സമൂഹത്തിൻ്റെതായ ഒഴുക്കിനനുസരിച്ച് നീങ്ങാൻ തയ്യാറല്ലാത്തതുകൊണ്ടും ആ കാര്യങ്ങൾക്ക് വിധേയപ്പെടാൻ തയ്യാറല്ലാത്തതുകൊണ്ടുമാണ് എന്നാണ് ഇവിടെ പത്രോസ് ചിത്രീകരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഈ എഴുതുന്ന വിശ്വാസികൾ മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന ജീവിതശൈലിയുണ്ട്. അതാണ് അവിടെ പറയുന്നത്. ആ ജീവിതശൈലിയിലേക്ക് ഇനി നിങ്ങൾ പോകരുത്. അതിനുശേഷം പറയുന്നത് 4-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ, അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ആ വാക്ക് ശ്രദ്ധിക്കുക. അവരോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ അവരുമായി സഹകരിച്ച് നടക്കാതിരിക്കുന്നത് വലിയൊരു അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാടുകൾ നമുക്കുണ്ടായിരിക്കണം. അതാണ് ഇവിടെ നാം കാണുന്നത്. നീതി നിമിത്തം ചിലപ്പോൾ ഉപദ്രവിക്കപ്പെടുന്നു പറഞ്ഞ് ശാരീരികമായ ഉപദ്രവമല്ല, സമൂഹത്തിൽ ഒറ്റപ്പെടുകയും പല പല പ്രശ്നങ്ങളുണ്ടാക്കുകയും അവരെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നത് പലരുടെയും അനുഭവത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാം വളരെ എന്നാൽ കർത്താവ് പറയണം അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാൻ. എന്നാൽ 11-12 വാക്യങ്ങൾ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന് 11-12 വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. അവിടെ കർത്താവ് പറയുന്നത്, അത് ഇന്ന് മുഴുവൻ വിശദീകരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, എങ്കിലും ആരംഭിക്കാം നമുക്ക്. എൻ്റെ നിമിത്തം നിങ്ങൾ പഴിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതുകൊണ്ടും ക്രിസ്തുവിൻ്റെ നാമം ധരിച്ച് ജീവിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോയി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രംഗത്തെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇവിടെ നാം വായിക്കുന്നത്, നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ആ ഭാഗം ഞാൻ വായിച്ചപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇതിൻ്റെ ഭാഗ്യാവസ്ഥ നാം ചിന്തിച്ചാൽ പൊതുവേ നാം താല്പര്യപ്പെടാത്ത ഒരവസ്ഥ വിശേഷമാണ്. പൊതുവെ എല്ലാവരും വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, പ്രതിസന്ധികൾ നേരിടാതെ ജീവിക്കുന്നവരാണ്. വിശ്വാസ സമൂഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയും. ഒരു സഭയിൽ തന്നെ അങ്ങനെയുള്ള ആളുകൾ പലരുണ്ട്. അതായത് പല കാര്യങ്ങൾക്കും ഞങ്ങളില്ലാത്തത് എന്താ വെച്ചാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് ഞങ്ങളില്ല. സുവിശേഷ പ്രവർത്തനത്തിൽ പോകാനായിട്ട് അല്ലെങ്കിൽ പരിസരരംഗത്ത് നിൽക്കാനായിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ പലരും തയ്യാറല്ല. പല കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ദിവസങ്ങൾ യോഗങ്ങൾക്ക് വരിക, കൂട്ടായ്മകൾക്ക് സംബന്ധിക്കുക, മറ്റ് സംബന്ധങ്ങളെ ബന്ധിച്ച് പോകുക, സാമ്പത്തികമായ സഹകരണം നൽകുക, അതിൽ കവിഞ്ഞ് കർത്താവിൻ്റെ നാമം നിമിത്തം ഏതെങ്കിലും ഉപദ്രവം സഹിക്കാൻ തയ്യാറല്ലാത്ത സമൂഹത്തിലെ പല ആളുകളും ക്രിസ്തീയ കൂട്ടങ്ങളിലുണ്ട്. ഇത് ഒരു പുതിയ കാര്യമൊന്നുമില്ല. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വന്നാൽ അപ്പോസ്തലനായ പൗലൂസ് തന്നെ തൻ്റെ സ്വന്തം അനുഭവം വിവരിച്ചുകൊണ്ട് പറയുന്ന വിഭാഗമുണ്ട്. അവിടെ പശ്ചാത്തലം വേറെ ആണെങ്കിലും അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യം. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു.
ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്നുവരെ സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. അപ്പോൾ പൗലോസും തൻ്റെ സഹപ്രവർത്തകരും അവരെ ലോകം വീക്ഷിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ, ലോകത്തിൻ്റെ ചവറ് പോലെയും സകലത്തിൻ്റെ അഴുക്ക് എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തവർ. ഇതാണ് പൗലോസും തൻ്റെ സഹപ്രവർത്തകർക്കുമുള്ള സമൂഹത്തിലുള്ളതായ നിലവാരം. എന്നാൽ അതേ സഭയിൽ തൊട്ട് മുമ്പ് വായിക്കുക, 8-ാം വാക്യം. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോട് കൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണമെങ്കിൽ കൊള്ളായിരുന്നു. മതി. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, ഇത്ര ക്ഷണത്തിൽ, അതായത് അപ്പോസ്തലനായ പൗലോസിനെ നിഷേധിക്കുകയും അവൻ്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് പൗലോസ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങൾ ദരിദ്രന്മാരായിട്ട്. അവിടെ വായിക്കുന്നത് ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും സ്വന്തം കൈയാൽ വേല ചെയ്ത് സുവിശേഷ പ്രവർത്തനം നടത്തി, എന്നിട്ടും ലോകം ഞങ്ങളെ കാണുന്നത് അഴുക്കായിട്ടും ചവറായിട്ടുമാണ്, ആർക്കും വേണ്ടാത്തവരായിട്ട്. എന്നാൽ നിങ്ങൾ സമ്പന്നന്മാരായി ജീവിക്കുകയാണ്. മാത്രമല്ല ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി എന്ന് പറഞ്ഞാൽ പൗലോസിനോടോ സഹപ്രവർത്തകരോടോ യാതൊരു താതാത്മ്യം പെടാനോ അവരുമായി സഹകരിക്കാനോ തയ്യാറില്ലാതെ അവർ ഉന്നതന്മാരായി സഭയിലെ വലിയ നേതൃത്വത്തിൽ ഇരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും പൗലോസിനെയും സഹപ്രവർത്തകരെയും ഞങ്ങൾക്ക് വേണ്ട. കാരണം പൗലോസാണ് കൊരിന്ത് സഭ ആരംഭിച്ചത്. ഞാൻ താഴോട്ടുള്ള വാക്യങ്ങൾ 15-ാം വാക്യം വായിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ അവരെയൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് സഹകരണമില്ല, ഞങ്ങൾ സമ്പന്നന്മാരാണ്, ഞങ്ങൾ വാഴുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് പൗലോസിനെയും സഹപ്രവർത്തകരെയും പിന്നേക്ക് തള്ളുകയും അവരോട് സഹകരിക്കാൻ ചെയ്യാനായിട്ട് യാതൊരു മനോഭാവമില്ലാത്ത കുറേ ആളുകൾ കൊരിന്ത് സഭയിലുണ്ടായിരുന്നു. കൊരിന്ത് സഭ അത്രയും മോശമായൊരു സഭയായിട്ട് നാം ആ കൊരിന്ത് ലേഖനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒരു ദൈവസഭയിൽ എല്ലാവരും ഈ നിലവാരം പുലർത്തിക്കൊള്ളണമെന്നില്ല. മത്തായി സുവിശേഷം നാം വായിച്ചതുപോലെ കർത്താവിൻ്റെ നാമനിമിത്തം ഈ നിലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാനോ പഴിക്കാനോ ഉപദ്രവിക്കപ്പെടാനോ തയ്യാറല്ലാത്ത കുറേ ആളുകളും ഒരു പ്രാദേശിക സഭയിൽ കണ്ടേക്കാം. പക്ഷേ കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ടായിരിക്കും. അവിടെ വായിക്കുന്നത് നാം അപ്പോൾ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത് നിങ്ങളെക്കൊണ്ട്. പക്ഷെ കർത്താവ് പറയുന്നത് ദൈവരാജ്യത്തിൽ അംഗങ്ങളായ നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എൻ്റെ നാമനിമിത്തം പഴിയും ദുരിതവും ഒക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ട് വേണം പോകാൻ. ഞാനിതാണ് പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ എന്ത് നേരിടാൻ പോകുന്നു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരെ താൻ ഒരുക്കുന്നത്. ഈ ഭാഗം ഞാൻ ചിന്തിച്ചപ്പോഴേ ഞാൻ പെട്ടെന്ന് ഈ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് ഈ നിലയിൽ ഒരു ശിഷ്യ സമൂഹത്തെ വീക്ഷിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യും? കഷ്ടത അനുഭവിക്കാൻ, ദുരിതം അനുഭവിക്കാൻ, പീഡകൾ അനുഭവിക്കാൻ. ചരിത്രം നാം പഠിച്ചാലറിയാം, കർത്താവിന് വേണ്ടി മരണം അനുഭവിച്ച ദുഷ്ടമൃഗങ്ങളാൽ കൊല്ലപ്പെട്ട് ഒക്കെയുള്ളതായ ചരിത്രമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. രക്തസാക്ഷികളുടെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. എന്തിനാണ് കർത്താവ് ഇങ്ങനൊരു സമൂഹത്തെ വിഭാവനം ചെയ്തു? കർത്താവിന് ഇങ്ങനെ വേണോ തൻ്റെ ശിഷ്യ സമൂഹത്തെ വിഭാവനം ചെയ്യാൻ? കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, ലോകം മുഴുവൻ പകയ്ക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന ഒരു സമൂഹമായിട്ടാണോ ജീവിക്കാനായിട്ട് എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ തീരുമാനിച്ചു? അതിൻ്റെ പ്രധാന കാരണം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അവിടെ കാണുന്നത് ദൈവസഭ, ഓരോ വിശ്വാസികളും ഉൾക്കൊള്ളുന്ന ദൈവസഭ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സാക്ഷികളായി നിൽക്കണമെന്നാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. സമൂഹത്തിൻ്റെ മനസാക്ഷിയായിരിക്കാനാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവരുടെ നേരെ സമരം ചെയ്യാനോ ബുദ്ധിമുട്ടുണ്ടാക്കാനോ പ്രശ്നങ്ങളുണ്ടാക്കാനോ ഒന്നല്ല. സമൂഹം മുഴുവൻ തെറ്റായ രീതികളിലേക്ക് വഴുതിപ്പോകുമ്പോഴും ദൈവസഭയും ദൈവമക്കളും സമൂഹത്തിൽ
ശരിയായ ആത്മീയ നിലവാരം പുലർത്തി ജീവിച്ച് അവരെ മനസ്സാക്ഷിക്കെതിരെ ഇതിൽ ചോദ്യചിഹ്നമായി നിൽക്കണം എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചത്. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറയുന്നതായ പിശാച് അതിനിഷ്ടപ്പെടുന്നവനല്ല. ഞാൻ ഈ ചരിത്രം വായിച്ച് നോക്കി പഠിച്ചപ്പോഴെനിക്ക് മനസ്സിലായത്, ക്രൈസ്തവ സമൂഹത്തിൽ ഇന്ന് ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹ സഭകൾ, പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ, ഈ സഭകൾ തന്നെയാണ് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ശരിയായ ക്രിസ്തുവിശ്വാസികളെ പീഡിപ്പിക്കുകയും കൊല്ലുകയും അവരെ വളരെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുള്ളതെന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ക്രൈസ്തവരെന്ന് പറയുന്ന വലിയ സമൂഹങ്ങൾ ലോകത്തെമ്പാടുമുണ്ട്. അവർ തന്നെയാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ ഈ ക്രൈസ്തവരെ, അതായത് ക്രിസ്തുവിനോട് ഏകാഗ്രതയും ഭയഭക്തിയും പുലർത്തി ക്രിസ്തുവിൻ്റെ വചനത്തിന് വിശ്വസ്തത പുലർത്തിയവരെ കൊല്ലുകയും പീഡിപ്പിക്കുകയും കോടതികൾ അവരുടേതായ സഭാ കോടതികൾ വിസ്തരിക്കുകയും അവരെ കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. രാഷ്ട്രീയമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ വലിയൊരു സമൂഹം ലോകത്ത് ക്രൈസ്തവർ എന്ന് പറയുന്നവരുണ്ടെങ്കിലും ചെറിയൊരു പങ്ക് ആളുകൾ മാത്രമേ കർത്താവ് ഈ പറയുന്ന വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്നതായിട്ടുള്ളൂ. പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, ശരിയാണ്. എന്നാൽ അവരുടെ ചരിത്രം നാം പിന്നിലേക്ക് പഠിച്ചാൽ, നാം കോളേജുകളും സ്കൂളിലൊക്കെ പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ചരിത്രം പഠിച്ചാൽ അങ്ങനെയാണ് നവീകരണ പ്രസ്ഥാനം ഉണ്ടായതും റിഫോർമേഷൻ ഉണ്ടായതും പ്രൊട്ടസ്റ്റാൻ്റ് മതങ്ങളൊക്കെ രൂപപ്പെട്ടതും. അങ്ങനെ വളരെ പീഡകളും ബുദ്ധിമുട്ടും അനുഭവിച്ച് കഴിഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വേദപുസ്തകം തർജ്ജമ ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അന്നത്തെ ചില വ്യക്തികളെ അന്നത്തെ ഭൂരിപക്ഷ സഭ കൊന്നുകളഞ്ഞത് എന്ന് നമുക്ക് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിന് മനസ്സിലായത്, ഇംഗ്ലണ്ടിൽ വെസ്ലി അവരെ പറ്റി എഴുതിയിട്ടുള്ളത്, വെസ്ലി സഹോദരന്മാർ അവരുടെ പിതാവിനെ അന്നത്തെ സഭ പറയുന്ന രീതിയിൽ പ്രസംഗിച്ചില്ലെങ്കിൽ ശിക്ഷയ്ക്ക് വിധിക്കുമെന്ന് പറഞ്ഞ് പോലീസുകാർ വന്ന് അദ്ദേഹത്തിൻ്റെ വസ്തുവകൾ കൈവശപ്പെടുത്തിയെന്നാണ്. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ സമൂഹം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ആത്മീക ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ കുറ്റകരമാണ് എന്ന് രാജ്യത്ത് നിലവിൽ നിയമമുണ്ടാക്കി ജീവിച്ചിരുന്ന സമൂഹമായിരുന്നു ഇംഗ്ലീഷ് സമൂഹം. അവിടെയാണ് പിന്നീട് നവീകരണമൊക്കെ വന്ന് പലരും കർത്താവിന് വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചത്. അപ്പോൾ ഈ ലോകത്തിൽ നാം മനസ്സിലാക്കണം, കർത്താവിന് വേണ്ടി നിൽക്കാൻ വരുമ്പോൾ അതിന് സമൂഹത്തിൽ വളരെ ചെറിയ പങ്ക് ആളുകളെ ഉണ്ടാകിയിരിക്കുകയുള്ളൂ. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്നാൽ കർത്താവ് പറയുന്നത് അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാർ, അവർക്കാണ് പ്രതിഫലമുള്ളത്, അവർക്ക് സ്വർഗത്തിൽ അതിൻ്റെ പ്രതിഫലമുണ്ടായിരിക്കും. ഈ ഭാഗം മുഴുവൻ വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ദൈവം ചോദിച്ചാൽ അത് അടുത്ത ആഴ്ച പറഞ്ഞുകൊണ്ട് മറ്റ് ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.